ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലിരാജ് വ്ളോഗ്സ്. ഓക്കെ, നമ്മുടെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ മൂവീസിൻ്റെ റിവ്യൂസോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനൽ ആക്റ്റീവേ അല്ല, മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പോൾ ഈ രാത്രിയിൽ ഇപ്പം ടൈം 1:49 രാത്രിയിൽ 1:49. ഇപ്പം ഞാൻ 10:30 ഷോ, ഇവിടെ ഞാൻ ഇപ്പോൾ ഖത്തറിലാണ്. ഖത്തറിൽ നിന്ന് 10:30 ഷോയ്ക്ക് വാഴ 2 മൂവി ജസ്റ്റ് കണ്ടിട്ടിറങ്ങിയതേ ഉള്ളൂ. ഒരു ഹാഫ് ആൻ അവറിനടുത്താകുന്നേ ഉള്ളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം കുറേ നാളത്തിന് ശേഷമാണ് ഒരു പടം കണ്ടിട്ട് നമ്മൾ ഭയങ്കര ഫുൾഫിൽഡായിട്ട്, മൈൻഡും ഹാർട്ടും ഒക്കെ ഫുൾഫിൽഡായിട്ട് ഇറങ്ങി വരാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒരു റിവ്യൂ ഇടണം തോന്നി. അതുകൊണ്ടാണ് ഹോണസ്റ്റ് റിവ്യൂ, ഒരു കോമൺ മാൻ്റെ ഹോണസ്റ്റ് റിവ്യൂ, അത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഒന്നുമില്ല, ഒരു 3 മിനിറ്റ്സിൽ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. ഇത് ഭയങ്കര റെക്കമെൻഡഡ് ആയിട്ടുള്ള മൂവിയാണ് കേട്ടോ. കാരണം അതിപ്പം പ്രായഭേദ്യം എന്നെ ഇപ്പം ഒരു നമ്മുടെ അപ്പനും അമ്മയും കസിൻസും ബ്രദേഴ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുമിച്ച് പോയി കാണാം. എന്തിനിപ്പോൾ എൻ്റെ കൂട്ട് ഇപ്പം ഞാനിപ്പം പോയ പോലെ സിംഗിളായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയി ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ ചില്ല് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്നതാണ്. ചില്ല് ചെയ്ത് കാണാം. കാരണം ഒരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സ്പോയിലേഴ്സ് ഒന്നും അടിക്കുന്നില്ല. സ്പോയിലേഴ്സ് ഒന്നും സാധനമില്ല. ഫസ്റ്റ് ഹാഫ് നിങ്ങളിപ്പോൾ ഈ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആദ്യം പറഞ്ഞാൽ റീലൊക്കെ ചെയ്യുന്നവർ ഒരു 20 കേട്ടോ. പക്ഷേങ്കിൽ അതിൻ്റെയൊക്കെ മേലെ നമ്മൾ എൻ്റെ മൈൻഡിൽ സെറ്റ് വെച്ചിരുന്നൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ എപ്പോഴേ ബീറ്റ് ചെയ്ത് പോയി. കാരണം ഇവിടെ മേക്കിംഗ് ഉണ്ട്, പ്രത്യേകിച്ച് സംവിധായകൻ ആ എക്സ്പെക്റ്റേഷനൊക്കെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഇങ്ങനെ പടം ഇങ്ങനെ മേളിലോട്ട് കൊണ്ടുപോയി. കാരണം നമ്മൾ ഈ മൂവീസിൻ്റെ റിവ്യൂസ് ഒന്നും ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ പറയാറില്ല കേട്ടോ. നൈസായിരുന്നു പടം. നിങ്ങൾക്കൊരു ബ്രദറോ സിസ്റ്ററോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനോ അമ്മയോ കസിൻസ് ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല പ്രായത്തിൽ അങ്ങനൊരു ബോണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്കതൊരു നഷ്ടമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് പോകും. അങ്ങനെ ഒരു പടം എനിക്കറിയില്ല. കാരണം ഞാൻ ലാസ്റ്റാണ് ഒരു പെട്ടെന്നൊരു ഡിസിഷനിലാണ് ഈ പടം കാണാൻ പോയത്. സെക്കൻഡ് റോയിൽ നിന്ന് പടം കണ്ടു. ഒരു സെക്കൻഡ് ഹാഫൊക്കെ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അതിപ്പം പ്രായമുള്ളവരും ഒരു മിഡിൽ ഏജ് ആൾക്കാരും കുട്ടികൾ പോലും ഭയങ്കര പടത്തിൽ അങ്ങനെ ഇറങ്ങിയിരുന്ന് ഒരു ഇമോഷൻ സീൻസിലൊക്കെ കണ്ണ് തന്നെ ഒരാൾ പോലും എനിക്ക് ആ തിയേറ്റർ ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പി, അതോടെ ഇമോഷൻ സീൻസിലൊക്കെ ഇമോഷനായിട്ടും അങ്ങനെ പടത്തുമായിട്ട് ചേർന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നൊരു കുറേ നാളത്തിന് ശേഷം കേട്ടോ അങ്ങനെ ഒരു പടം കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ തലമറിഞ്ഞിരിക്കുന്ന ഒരു പടം. അത് സത്യം പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഇല്ലായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ആടുത്തിരി പോയി കണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അതിൽ എന്തൊക്കെയോ മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു പെട്ടെന്ന് ഞാൻ റിവ്യൂ തീർക്കാമെന്ന്. ഇപ്പം 3 മിനിറ്റ് സംതിങ് ആയി. എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി പടം കണ്ടോ കേട്ടോ. ഒരു കോമൺ മാൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഭയങ്കരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും. ചിലപ്പോൾ സൗണ്ടിൻ്റെയോ എൻ്റെ ഐ കോണ്ടാക്റ്റിൻ്റെ അങ്ങനെയൊക്കെ പല വിഷയങ്ങൾ കാണും. ചിലപ്പോൾ ഞാൻ ഷേക്കിങ് കാണും. കാരണം ജസ്റ്റ് കയ്യിലിങ്ങനെ മൊബൈൽ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി ഇപ്പം നമ്മുടെ ശ്വാസണ്ണൻ്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ മറ്റേ റിവ്യൂ ചെയ്യുന്ന മറ്റൊരു പ്രൊഫഷണൽസിൻ്റെ കൂട്ടുന്ന റിവ്യൂ ചെയ്ത് എനിക്കറിയില്ല. നമുക്ക് ശീലമില്ല, നമ്മൾ ചെയ്തിട്ടുമില്ല ഇതുവരെ, മനസ്സിലായില്ലേ? ഇതൊരു കോമൺ മാൻ്റെ ഒരു ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള പച്ചവെള്ളം പോലത്തെ റിവ്യൂ ആണ്. ധൈര്യമായിട്ട് പോയി കാണാം, ഫാമിലിയായിട്ട് പോയി കാണാം, ഫ്രണ്ട്സായിട്ട് പോയി കാണാം. കിട്ടുമോ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാത്തൊന്നും ഈ പടത്തിലില്ല. പിന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ഇതായിപ്പോൾ സ്പോയിലറായിപ്പോൾ. അപ്പം നേരിട്ട് പോയി പടം കണ്ടോ. ബൈ. രാത്രി യാത്രയില്ല, നാളെ വർക്കൊക്കെ ഉള്ളത്. അപ്പം എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇനി ഒന്നുകൂടെ പടത്തിന് പോയാൽ അവരുടെ റിയാക്ഷൻസ് ഞാൻ എടുത്ത് ഗ്രൂപ്പിലിടാം. യൂട്യൂബിലിടാം. എനിവേ, ശുഭരാത്രി. ബൈ.